എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുല്യവും ധന്യവുമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ കടന്നു സംബന്ധിക്കുന്ന നിങ്ങൾ എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും അറിയിക്കുന്നതിനെ കാണുന്ന എല്ലാ ദൈവജനത്തിനുമുള്ള വന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഇന്ന് പകലിൽ ഒരു ചിന്ത നമുക്കൊന്നിച്ച് പങ്കുവെച്ച് പ്രാർത്ഥിപ്പാൻ, നമുക്കൊന്നിച്ച് ദൈവസന്നിധിയിൽ ശരണപ്പെടുകയാണ്. കർത്താവ് നമ്മെ എല്ലാവരെയും അതിനായി സഹായിക്കുമാറാകട്ടെ. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യമാണ് ഇന്ന് പകൽക്കാലം ചിന്തയ്ക്ക് ആധാരമായി ദൈവത്തിന്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൂതൻ. റോമർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാം. ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടും. റോമർക്കെഴുതിയ ലേഖനം പൗലോസ് അപ്പോസ്തലൻ റോമർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ എഴുതിയ 12-ാം അധ്യായത്തിന്റെ പ്രാരംഭത്തിൽ തന്നെ എന്താണ് ദൈവഹിതം എന്നത് താൻ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. എന്താണ് ദൈവഹിതം? സ്വതന്ത്രം. എന്താണ് ദൈവഹിതം? എന്താണ് ദൈവഹിതം എന്ന വാക്കിന്റെ ആ ചോദ്യത്തിന്റെ ഉത്തരമാണ് നാം വായിച്ചു കേട്ട വേദഭാഗം. എന്താണ് ദൈവഹിതം? 3 പദങ്ങളാണ്. 1, ഈ ലോകത്തിന് അനുരൂപരാകാതെ, ഈ ലോകത്തിന് അനുരൂപരാകരുത്. 2, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം. 3-ാമത്തെ പദം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഓരോന്നോരോന്നായി നമുക്ക് ചിന്തിക്കാം. ആദ്യത്തെ പദം ഈ ലോകത്തിന് അനുരൂപരാകാതെ. അപ്പം ഈ ലോകത്തോട് അനുരൂപപ്പെട്ടവരെ സംബന്ധിച്ച് അവർക്ക് ദൈവഹിതത്തിന്റെ ആവശ്യമൊന്നുമില്ല. തോന്നിയതുപോലൊക്കെ നടന്നു, തോന്നിയതുപോലൊക്കെ പോയി, തോന്നിയതുപോലൊക്കെ ജീവിച്ചാൽ മതി. അവർക്ക് ദൈവഹിതത്തിന്റെ കാര്യമില്ല. എന്നാൽ ഈ ലോകത്തിന് അനുരൂപരാകാതെ ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ച് കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനെ കുറിച്ച് ദൈവത്തിന് ഒരു ഹിതമുണ്ട്. ആ ഹിതം എന്താണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെടുന്നത്. അപ്പം ദൈവഹിതം എന്താണെന്ന് നമ്മെ കുറിച്ചുള്ള, നമ്മുടെ ഭവനത്തെ കുറിച്ചുള്ള, നമ്മുടെ തലമുറയെ കുറിച്ചുള്ള, നമ്മുടെ ശുശ്രൂഷയെ കുറിച്ചുള്ള ദൈവഹിതം എന്താണ് എന്നത് നാം തിരിച്ചറിയുമ്പോഴാണ് നിശ്ചയമായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഭാവിയെ കുറിച്ച് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ദൈവം എന്താണ് എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്നതിനെ കുറിച്ച്, എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം എന്താണ് എന്റെ മേൽ നടപ്പാകേണ്ടത്, എന്താണ് എന്റെ ജീവിതത്തിൽ വിടുതൽ നടക്കാത്തത്. ഞാൻ പ്രാർത്ഥിച്ചിട്ടും, ഞാൻ ഉപവസിച്ചിട്ടും, ഞാൻ കരഞ്ഞിട്ടും, ഞാൻ അനേകം പ്രാർത്ഥനകളിൽ പോയിട്ട് എന്റെ വിഷയത്തിന് മാത്രം മാറ്റം, വിഷയത്തിന് മാത്രം ഒരു പരിഹാരവും ഇല്ലല്ലോ എന്ന് ഇന്ന് പകൽ ചിന്തിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുക. നീ നിന്റെ ഹിതപ്രകാരം ഉപവസിച്ചു, നീ നിന്റെ ഹിതപ്രകാരം ഓടി, നീ നിന്റെ ഹിതപ്രകാരം കാര്യങ്ങൾ ചെയ്തു. പക്ഷെ ഇന്ന് പകൽ ദൈവാത്മാവ് ആലോചന പറയുക, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് ആ ഹിതത്തിലേക്ക് മടങ്ങി വരുമെങ്കിൽ നിശ്ചയമായിട്ട് നിന്റെ പല വിഷയങ്ങളുടെ മറുപടി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരും. നിശ്ചയമാണ്. പലപ്പോഴും നമ്മുടെ വിഷയങ്ങളുടെ മറുപടി വെളിപ്പെടാത്തതിന്റെ കാരണം നമ്മുടെ ബുദ്ധിയിൽ നമ്മൾ ചിലത് ചെയ്യുക, നമ്മളുടെ ബുദ്ധി കൊണ്ട് ചിലത് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, ആരാധിക്കുക. പക്ഷെ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ദൈവഹിതം എന്താണ്, എന്നെ കുറിച്ചുള്ള ഞാൻ അനുഭവിക്കുന്ന ഈ വിഷയത്തിനകത്തുള്ള ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് അതിനൊത്തവണ്ണം നമ്മെ മാറ്റുമ്പോഴാണ് ദൈവത്തിന്റെ ഹിതത്തിന്റെ പൂർണ്ണതയിലേക്ക് വരുന്നത്. പ്രിയരെ, ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോഴും ദൈവഹിതത്തിനൊത്തവണ്ണമാണ് ഭക്തന്മാർ ചലിച്ചത്. ആമേൻ, ഹല്ലേലൂയ. മോശയുടെ ജീവിതം ഒന്ന് എടുത്തു പഠിച്ചാൽ 3-ാമത്തെ 40-ന്റെ പ്രാരംഭ ഘട്ടങ്ങളിൽ മുൾപ്പടർപ്പിനകത്ത് വെളിപ്പെട്ട ദൈവശബ്ദമാണ് അവനെ ദൈവഹിതത്തിലേക്ക് അടുപ്പിച്ചത്. കണ്ടോ, ആദ്യത്തെ 40-ൽ ദൈവം ആരാണെന്നും എന്താണെന്നും അവൻ അറിഞ്ഞിരുന്നില്ല. അവൻ അറിയേണ്ടതുപോലെ അറിഞ്ഞിരുന്നില്ല. 2-ാമത്തെ 40-ലും അറിയേണ്ടതുപോലെ മോശ അവനെ അറിഞ്ഞിരുന്നില്ല. എന്നാൽ 3-ാമത്തെ 40-ന്റെ പ്രാരംഭത്തിൽ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം അവന്റെ ജീവിതം മാറി. കണ്ടോ, ആദ്യത്തെ 40 ഞാൻ പറയും മോശയുടെ ഹിതപ്രകാരം കൊട്ടാരത്തിൽ കഴിച്ചുകൂട്ടി. 2-ാമത്തെ 40 മോശയുടെ ഹിതപ്രകാരം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുവാൻ കഴിച്ചുകൂട്ടി. എന്നാൽ 3-ാമത്തെ 40 എന്ന് പറയുന്നത്, മോശയെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് ഫറവോന്റെ കൊട്ടാരത്തിൽ സ്തോത്രം
സ്തോത്രം, ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടാനല്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. ആമേൻ, ആമേൻ, സ്തോത്രം. ആമേൻ, മോശയെ ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത് ആമേൻ, ആമേൻ, യിത്രോവിന്റെ ആടുകളെ മേയിച്ചു നടക്കാനല്ല ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നത്. പിന്നെ എന്തിനാ വിളിച്ചിരിക്കുന്നത്? മൂന്നാമത്തെ 40ന്റെ പ്രാരംഭത്തിൽ പറയുന്നു, നീ നിൽക്കുന്ന ഭൂമി വിശുദ്ധ ഭൂമിയാകയാൽ നിന്റെ കാലിൽ നിന്നും ചെരുപ്പഴിച്ചു കളയുക. ഇന്ന് പകൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുന്നതുവരെയും കൊട്ടാരത്തിലെ വാസവും മരുഭൂമിയിലെ വാസവുമായി കട്ടിച്ച് ആമേൻ, സ്തോത്രം, എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ച് മുമ്പോട്ട് പോകും. പക്ഷേ മൂന്നാമത്തെ 40ലേക്ക് വരുമ്പോഴാണ് ദൈവഹിതം മോശ തിരിച്ചറിയുന്നത്. അയ്യോ, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഫറവോന്റെ പുത്രിയുടെ മകൻ എന്നുള്ള പദ്ധതിയല്ല. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി യിത്രോവിന്റെ ആടിനെ നോക്കുന്ന സൂക്ഷിപ്പുകാരൻ എന്നുള്ളതല്ല, ഇടയൻ എന്നുള്ളതല്ല. മറിച്ച് എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി അടിമത്തം പൊട്ടിച്ച് ഒരു തലമുറയെ പുറത്തെടുത്ത് ആത്മാവിന്റെ നിയോഗത്തിലേക്ക് ദൈവം അവരെ വിളിച്ചിരിക്കുന്ന സ്ഥലത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. പ്രിയരെ, ഇന്ന് മുതൽ പരിശുദ്ധാത്മാവിൽ ഒരു ദൂതനായി മാറാം. അവൻ എവിടെയെങ്കിലും അലഞ്ഞു തിരിയുന്നവരാണോ? അവൻ ഒരു പ്രതീക്ഷയുമില്ലാതെ വാഗ്ദത്തങ്ങൾ അനവധി ഉണ്ടായിട്ടും അതൊന്നും നിവൃത്തിയാകാതെ അലഞ്ഞു നടക്കുമ്പോൾ ഇന്ന് പകൽ അങ്ങനെയുള്ള ജനനോട് ദൈവാത്മാവ് ഇടപെടുക. ദൈവഹിതത്തിലേക്ക് മടങ്ങി വരാമെങ്കിൽ, അവന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയാമെങ്കിൽ നിശ്ചയമായിട്ട് ഒരു വിടുതൽ നിന്റെ ലൈഫിനകത്ത് വെളിപ്പെട്ട് വരും. മുൻപോട്ട് പോകട്ടെ. അബ്രഹാമിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അബ്രഹാമിന്റെ ജീവിതത്തിലും ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞു. കണ്ടോ, 75 വർഷക്കാലം ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, ആമേൻ, 75 ആമേൻ വർഷക്കാലം ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, അവൻ ഉണ്ടാക്കി വന്ന വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വിറ്റിരുന്ന ആമേൻ, സ്തോത്രം, ആ ഒരു മേഖലയിൽ നിന്ന് ദൈവം വിളിച്ചു വേർതിരിക്കുകയാ. അബ്രഹാമേ, ഞാൻ നിന്നെ കണ്ടത് ഇതുണ്ടാക്കി വിൽക്കാനല്ല, ഞാൻ നിന്നെ കണ്ടത് നീ ഉണ്ടാക്കി വിൽക്കുന്നവനെ അല്ല. ആമേൻ, നിന്നോട് സംസാരിക്കുന്നവൻ നിന്നെ നിർമ്മിച്ചവൻ. അതുകൊണ്ട് എനിക്ക് നിന്നോട് ചില പദ്ധതികളുണ്ട്, എനിക്ക് നിന്നോട് ചില ഉദ്ദേശങ്ങളുണ്ട്. അതുകൊണ്ട് അബ്രഹാമേ, ആമേൻ, നിന്റെ പ്രതിഭവനത്തെ മറക്കുക, നിന്റെ ചർച്ചക്കാരെ വിടുക. ആമേൻ, നീ പുറപ്പെട്ടു പോകുക, കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു പോകുക. 75ാമത്തെ വയസ്സിൽ ആമേൻ, ദൈവഹിതം തിരിച്ചറിഞ്ഞ ഭക്തൻ ഇന്ന് പകലൊരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ആമേൻ, അബ്രഹാം ദൈവഹിതം തിരിച്ചറിഞ്ഞില്ലായിരുന്നെങ്കിൽ അവൻ വിശ്വാസികളുടെ പിതാവാകത്തില്ലായിരുന്നു, അവൻ ബഹുജാതികളുടെ പിതാവാകത്തില്ലായിരുന്നു. അവൻ നിമിത്തം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, അത്ഭുതങ്ങൾ, വിടുതലുകളും ദൈവപ്രവൃത്തികളും നടക്കത്തില്ലായിരുന്നു. പിതാക്കന്മാർ അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കത്തില്ലായിരുന്നു. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് പകലിൽ ഒരു ദൂത് കൈമാറാം. ആമേൻ, അവൻ ദൈവഹിതത്തിലേക്ക് മടങ്ങി വന്നാൽ നിന്റെ ചരിത്രം മാറുമെന്ന് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഈ ഞായറാഴ്ച ദിവസം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ജനങ്ങളോട് ഇടപെടുക. ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയുക. നീ കാണിക്കുന്നതൊന്നുമല്ല ദൈവഹിതം, നീ ചെയ്തുകൊണ്ടിരിക്കുന്നതുമല്ല ദൈവഹിതം. ഇന്ന് പകൽ മടങ്ങി വരാൻ, ആ ഹിതത്തിലേക്ക് മടങ്ങി വരാൻ. ഇത്ര നാളും അത് ചെയ്തിട്ട്, ഇത്ര നാളും അതിൽ പ്രവർത്തിച്ചിട്ട് എന്തെങ്കിലും ലാഭമുണ്ടായോ, എന്തെങ്കിലും മാറ്റമുണ്ടായോ, എന്തെങ്കിലും നന്മയുണ്ടായോ, എന്തെങ്കിലും ഒരു വിടുതലോ ദൈവപ്രവൃത്തി ഉണ്ടായോ? ഇല്ലെങ്കിൽ അവിടെ നിർത്തുക, മടങ്ങി വരിക. എന്തിലേക്ക്? അവൻ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക്, ദൈവത്തിന്റെ ഹിതത്തിലേക്ക് മടങ്ങി വരിക. പലപ്പോഴും ദൈവഹിതം എന്താണെന്ന് തിരിച്ചറിയാതെ ആമീൻ ജനം വലയുക. ആമീൻ, സ്തോത്രം, പ്രവാചകന്മാരെ വിളിച്ച് കബടി നിരത്തിയിട്ട് ഒന്നൊന്നിനോട് ഒത്തുവരാതെ ആമീൻ, സ്തോത്രം, ഒന്ന് തെക്കോട്ടും ഒന്ന് വടക്കോട്ടും കിഴക്കോട്ടും എന്ന് പറഞ്ഞ ദൂത് വരുമ്പോൾ അവൻ എങ്ങോട്ട് പോകണമെന്ന് പകച്ചു നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ആ തലങ്ങളൊക്കെ മാറ്റിയിരുന്ന് അവൻ വ്യക്തിപരമായി പ്രാർത്ഥനാ മുറിക്കകത്ത് കയറി അവൻ നിന്നോടുള്ള ദൈവഹിതം പ്രവാചകനിലൂടെ അല്ല നീ കേൾക്കേണ്ടത്, നിന്നോടുള്ള ദൈവത്തിന്റെ ഹിതം നീ തന്നെ നിന്റെ കാതുകളിൽ ദൈവശബ്ദമായി നിന്റെ ഹൃദയത്തിൽ അന്തരാത്മാവിൽ അത് മുഴങ്ങുമ്പോഴാണ് ആ ഹിതത്തിനൊത്തവണ്ണം നിനക്ക് വർദ്ധിക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലനെ തന്നെ എടുക്കാം. ഹിതത്തിനൊത്തവണ്ണം ചലിച്ചവൻ. കണ്ടോ, സ്വന്തം ഇഷ്ടത്തിനൊത്തവണ്ണം ആമേൻ ഗമാലിയേലിന്റെ പാദപീഠത്തിൽ നിന്ന് ന്യായപ്രമാണം മുഴുവനും അരച്ച് കലക്കി കുടിച്ചിട്ടും ഒരു പ്രയോജനവും ഇല്ലാത്തവൻ. സ്തോത്രം, 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 സ്തോത്രം. ഗമാലിയേലിന്റെ പാദപീഠത്തിൽ ഇരുന്ന് ആമേൻ സകലതും അരച്ച് കലക്കി കുടിച്ചിട്ടും ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നിമിത്തം ന്യായപ്രമാണത്തിന്റെ എരിവ് അവനിൽ വരികയും സഭകളെ പൂട്ടിക്കുകയും ആമേൻ അനേകരെ
ആമേൻ അനേകരെ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ഉപദ്രവിക്കുകയും ചെയ്തിരുന്ന ഒരു മനുഷ്യൻ. ഇതേതാണ് സ്വന്തം ഹിതത്തിനൊത്തവണ്ണം, എന്നാൽ സ്വന്തം ഹിതപ്രകാരമാ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ആമേൻ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുവാൻ, ആമേൻ സഭകൾ പൊട്ടിക്കുവാനുള്ള അധികാരപത്രവുമായി സ്വന്തം ഹിതത്തിനു വേണ്ടിയാ ദമസ്കോസിന്റെ പട്ടണവാതിക്കൽ എത്തിയത്. എടാ ശൗലേ, ദമസ്കോസിന്റെ പട്ടണവാതിക്കൽ രാജാതിരാജാവ് നിന്നെ ഏറ്റുമുട്ടാൻ പോകുകയാ. ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മ പറയുക, സ്വന്തം ഹിതത്തിനൊത്തവണ്ണം സഞ്ചരിച്ച ചിലരുമായി ഒരു എൻകൗണ്ടർ അവൻ പരിശുദ്ധാത്മാവ് തയ്യാറാകുകയാണ്. പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്താൻ പോകുക. സ്വന്തം ഹിതത്തിനൊത്ത് ചലിച്ച ശൗലിന്റെ നേരെ ഒരു എൻകൗണ്ടറുമായി, ഒരു ഇടപെടലുമായി അവൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ തേജോമയനായ ദൈവം എഴുന്നേറ്റ് നിൽക്കുകയാ. ആമേൻ ആമേൻ ആമേൻ. ശൗലിനോട് ചോദിക്കുന്ന ഒരു ഫലം, ആമേൻ ഹല്ലേലൂയ, നീ ആരാകുന്നു കർത്താവേ എന്ന് ശൗല് ചോദിക്കുമ്പോൾ തിരിച്ചു നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ എന്ന് തിരിച്ചു മറുപടി പറയുക. ഇന്ന് പകൽ മറന്നു പോകരുത്, സ്വന്തം ഹിതത്തിനൊത്തവണ്ണം പോരാടിയവരെ ദൈവഹിതത്തിലേക്ക് കൊണ്ടുവരുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവിക പദ്ധതി. ഇന്ന് പകലിൽ സ്വന്തം ഹിതത്തിനൊത്തവണ്ണം പോരാടിയുമ്പോൾ അവൻ അതെല്ലാം നഷ്ടമായി തീരുമ്പോൾ, അതെല്ലാം തച്ചുടയപ്പെടുമ്പോൾ, ഇന്ന് പകൽ ദൈവഹിതത്തിലേക്ക് കടന്നു വരിക. കം ബാക്ക്, അവൻ മടങ്ങി വരിക, ദൈവഹിതത്തിലേക്ക് കടന്നു വരിക. ദൈവഹിതത്തിലേക്ക് മടങ്ങി വരാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുക. അവൻ പൗലോസ് ഹല്ലേലൂയ അവൻ ഈ സ്തോത്രം ശൗലിനെ ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം മറ്റൊരിടത്തേക്ക് അവന്റെ കാഴ്ച നഷ്ടപ്പെട്ട് അവനെ മറ്റൊരിടത്തേക്ക് ആക്കിയപ്പോൾ ആമേൻ ആ പട്ടണത്തിൽ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവന്റെ പേര് അനനിയാസ് എന്നാണ്. പ്രാർത്ഥിക്കുന്ന അനനിയാസെ ആമേൻ സ്തോത്രം അവന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് പേരും അഡ്രസ്സും സഹിതം വെളിപ്പെടുത്തി കൊടുക്കുക. നേർവീതി എന്ന തെരുവിൽ ചെല്ലുക, യൂദയുടെ വീട് ചോദിക്കുക, അവിടെ തർസോസുകാരനായ ഒരു ശൗലിനെ ചോദിക്കുക. ആമേൻ ആമേൻ ആമേൻ. നീ അവിടെ ചെന്ന് ആമേൻ ശൗലിനോട് പറയണം, നീ വന്ന പ്രത്യക്ഷരായ യേശുവാണ് എന്നെ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞ ശൗലേ സഹോദര, കാഴ്ച പ്രാപിക്കേണ്ടതിന് നീ അവന്റെ തലമേൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം ആത്മാവിന്റെ ദൂത് ഞാൻ കൈമാറാം. ആമേൻ സ്തോത്രം. സ്വന്തം ഹിതപ്രകാരം പോരാടിയ മനുഷ്യൻ ദമസ്കോസിന്റെ പടിവാതിക്കൽ അവൻ അമ്പയെ പരാജയപ്പെട്ടു നിൽക്കുമ്പോൾ അവൻ പ്രാർത്ഥിക്കുന്ന അനന്യാസിന്റെ കൈവപ്പോടുകൂടി അവൻ നഷ്ടപ്പെട്ട കാഴ്ച മടക്കി കിട്ടി. അവൻ അസാധാരണമായ ദൈവനിയോഗത്തിലേക്ക് ചവിട്ടിക്കയറിയ ഒരു ദൈവ മനുഷ്യൻ. ഇന്ന് പകൽ മറന്നുപോകരുത്, ദൈവഹിതത്തിനൊത്തവണ്ണം ചലിച്ചാൽ നീ ചരിത്രത്തിന്റെ ഭാഗമായി തീരും. നിനക്ക് ഭൂഖണ്ഡങ്ങളെ ഇളക്കി മറിക്കാൻ കഴിയും. പൗലോസിനെ നോക്കി നാട്ടുകാർ പറഞ്ഞത്, അവൻ ഭൂലോകത്തെ കീഴ്മേൽ മറിക്കുന്നവർ ഇവിടെയും വന്നുപോയെന്ന്. ഇന്ന് പകൽക്കാലം ആത്മനിയോഗത്തോടെ ആത്മാവിൽ ദൂത് വിളിച്ചു പറയട്ടെ, ദൈവഹിതം തിരിച്ചറിയുക. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതം വിജയിക്കണമോ, നിങ്ങളുടെ ശുശ്രൂഷ വിജയിക്കണമോ, നിങ്ങളുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമോ, കുറുക്കു വഴികളെ ഒന്നുമില്ല, ഒറ്റ വഴി മാത്രം. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിയുക. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞാൽ നിശ്ചയമായിട്ടും അതിനകത്ത് ഒരു വലിയ ദൈവ പ്രവൃത്തി ഇന്ന് പകൽക്കാല പരിശുദ്ധാത്മാവിന് ചെയ്യാൻ സാധിക്കും. അടുത്ത പദം, അതിനു മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. ഈ ദൈവഹിതം എന്ന് ചിന്തിക്കുമ്പോൾ ചിലർ പറയുന്ന, അല്ലെങ്കിൽ ചിലർ ചിന്തിച്ചു വെക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവഹിതത്തിനകത്ത് കഷ്ടതയില്ല, ദൈവഹിതത്തിനകത്ത് വേദനയില്ല, ദൈവഹിതത്തിനകത്ത് പ്രശ്നങ്ങളില്ല, ദൈവഹിതത്തിനകത്ത് മറ്റു പ്രതികൂലങ്ങളില്ല. ദൈവഹിതം പട്ടുമെത്ത പോലെയാണെന്ന് ചിലർ കരുതി വെച്ചിട്ടുണ്ട്. ദൈവഹിതം എന്ന് പറഞ്ഞ് യാത്ര തുടങ്ങിയ പലരും യാത്രയുടെ മധ്യത്തിൽ വെച്ച് നേരിട്ട പ്രതിസന്ധികളുടെ നടുവിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദൈവമാണോ ഞങ്ങളെ അയച്ചതെന്നുള്ള ചിന്ത പോലും വരുമാറ് സ്വത്രം 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 അവരുടെ മേലുള്ള ദൈവഹിതത്തെ അവർ ചോദ്യം ചെയ്ത് ആമേൻ 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 മുമ്പോട്ട് പോകാതെ മടങ്ങി വരുന്ന ഒരു തലം. ആമേൻ സ്തോത്രം. പ്രവാചകൻ കള്ളപ്രവചനം നടത്തിയതാണോ? ആമേൻ സ്തോത്രം. ഇത് ദൈവത്തിന്റെ ഹിതം ആയിരുന്നോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം. ഇന്ന് പകലിൽ ഞാനൊരു ദൂത് പറയാം. ദൈവഹിതത്തിനകം പട്ടുമെത്ത പോലെയല്ല
മറിച്ച് ദൈവഹിതത്തിനകത്ത് പ്രതിസന്ധികളുണ്ട്. മോശയുടെ ദൈവഹിതം ഞാൻ പറഞ്ഞില്ലേ, അവസാനത്തെ 40 കഷ്ടതയില്ലാത്ത 40 ആയിരുന്നോ അതോ പട്ടുമത്തയുള്ള 40 ആയിരുന്നോ? അബ്രഹാമിന്റെ ജീവിതം ഞാൻ പറഞ്ഞില്ലേ, സ്തോത്രം, 75-ാമത്തെ വയസ്സിൽ വിളിച്ചിറക്കിയതിനു ശേഷം അവന്റെ ജീവിതം പട്ടുമത്തയായിരുന്നോ അതോ കഷ്ടതയായിരുന്നോ? ശൗലിന്റെ ജീവിതം, ദമസ്കോസിൽ വെച്ച് അനനിയാസ് എന്ന ദൈവമനുഷ്യൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അന്ന് മുതലുള്ള അവന്റെ ജീവിതം പട്ടുമത്തയായിരുന്നോ അതോ കഷ്ടത നിറഞ്ഞതായിരുന്നോ? ഇന്ന് പകലൊരു ദൂത് കൈമാറാം. ദൈവഹിതത്തിനകത്ത് കഷ്ടതകളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷെ ദൈവഹിതത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? കഷ്ടത നിന്നെ വിഴുകിക്കളയത്തില്ല, പ്രതിസന്ധി നിന്നെ തകർത്ത് കളയത്തില്ല, മറിച്ച് അതിന്റെ മേൽ നിനക്കൊരു ജയമുണ്ട്, അതിന്റെ മേൽ നിനക്കൊരു ജയമുണ്ട്. പ്രിയരെ, മോശ ദൈവഹിത പ്രകാരമാ പോയത്, അബ്രഹാം ദൈവഹിത പ്രകാരമാ പോയത്. പക്ഷെ എവിടെയെങ്കിലും അവർ പരാജയപ്പെട്ടു പോയോ? ഏതെങ്കിലും പ്രതിസന്ധിയുടെ മുമ്പിൽ അവർ വാഗ്ദത്തത്തെ, ദൈവഹിതത്തെ ചോദ്യം ചെയ്ത് അവർ പുറകോട്ട് പോയോ? നോ, ഇല്ല. വിളിച്ച ദൈവത്തിൽ അവർ അടിയുറച്ചു വിശ്വസിച്ചു. അതാണ് ദൈവഹിതം എന്ന് പറയുന്നത്. എന്ത് പ്രതിസന്ധി വന്നാലും, ഇല്ല പിശാചേ, എന്നെ ദൈവം അയച്ചതാണ്, അല്ലെങ്കിൽ എന്നെ ദൈവം പുറത്തെടുത്തതാണ്, വ്യക്തമായ ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ ദൈവഹിതത്തിനകത്ത് ഉറച്ചു നിൽപ്പാൻ കഴിയത്തുള്ളെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറട്ടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പൗലോസിന്റെ ജീവിതത്തിനകത്ത് സഭകളെ പൂട്ടിച്ച മനുഷ്യർ സഭകളെ സ്ഥാപിക്കുകയാ. അനേകരെ ഉപദ്രവിച്ച മനുഷ്യർ ഉപദ്രവമേൽക്കുകയ, ഉപദ്രവങ്ങൾ സഹിക്കുക. അപ്പം ദൈവഹിതത്തിനകത്ത് കഷ്ടതയില്ലെന്നല്ല, ഉണ്ട്. പക്ഷെ അതിനെ ജയിപ്പാനുള്ള ദൈവത്തിന്റെ കൃപ തരും. ഒരു ഉദാഹരണം പറയാം. പുതിയ നിയമത്തിനകത്ത് യേശു 5 അപ്പവും 2 മീനും 5000 കൊടുത്ത ശേഷം 12 കൂട്ടം നിറച്ചെടുത്തു എന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അതിനുശേഷം യേശു തന്റെ ശിഷ്യന്മാരെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പറഞ്ഞു വിടുകയാ. നിർബന്ധിച്ച് തനിക്ക് മുമ്പായി അക്കരയ്ക്ക് പോകാൻ അവരെ നിർബന്ധിച്ച് പറഞ്ഞു വിടുകയാ. അവനെ നിർബന്ധിച്ച് അക്കരയ്ക്ക് പോകാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോൾ സ്തോത്രം, സ്തോത്രം, യേശു കർത്താവ് അവരെ പറഞ്ഞു വിട്ടിട്ട് മലമുകളിൽ കയറി പ്രാർത്ഥന തുടങ്ങി. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ യേശുവിന്റെ മനസ്സിലായി പടക് കരവിട്ട് പല നാഴിക ദൂരത്തായി എന്നുള്ള സത്യം യേശു തിരിച്ചറിഞ്ഞു. വീണ്ടും പ്രാർത്ഥനയിൽ പോരാടി. പ്രിയരെ, രാത്രിയിൽ 3-ാം മണി നേരമായപ്പോൾ, 3-ാം യാമത്തിൽ, രാത്രിയുടെ 3-ാമത്തെ യാമത്തിൽ യേശുവിനെ മനസ്സിലായി. തന്റെ നിയോഗപ്രകാരം പോയവരെ തകർത്തു കളവാൻ കടലിന്റെ അകത്തളങ്ങളിൽ വെളിപ്പെട്ട സ്തോത്രം, തിരമാലകൾ, കാറ്റുകൾ തന്റെ ശിഷ്യന്മാരെ കൊന്നുകളവാൻ വെല്ലുവിളിക്കുന്ന സ്തോത്രം, വെല്ലുവിളിക്കുന്ന സാഹചര്യം ആത്മാവിൽ യേശുവിന് മനസ്സിലായപ്പോൾ സ്തോത്രം, ഒന്നും നോക്കാതെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവിടെ ഇറങ്ങി വന്ന് അവരെ വിടുവിച്ചെഴുതയോ എന്ന് പറഞ്ഞാൽ, ദൈവഹിതപ്രകാരം പോരാടിയാൽ ദൈവഹിതപ്രകാരം പോകുന്ന യാത്രയുടെ മധ്യത്തിൽ പ്രാണനെ പോലും തകർത്ത് കളയുന്ന വിധത്തിലുള്ള പ്രതിസന്ധി ആഞ്ഞടിച്ചേക്കാം. പക്ഷെ ഒരു കാര്യം, അതിന്റെ നടുവിൽ ഇറങ്ങേണ്ടവൻ നിനക്ക് വേണ്ടി ഇറങ്ങിയിരിക്കാം. അതിന്റെ നടുവിൽ പ്രവർത്തിക്കേണ്ടവൻ നിനക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കാം. അതിന്റെ നടുവിൽ അത്ഭുതം ചെയ്യേണ്ടവൻ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. ഇത് മകൾ വിശ്വസിക്കാമെങ്കിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവൻ ദൈവഹിതത്തിനകത്ത് പ്രതിസന്ധിയില്ലെന്നല്ല, കഷ്ടതയില്ലെന്നല്ല, ഇതെല്ലാം ഉണ്ടായെങ്കിലും അതിന്റെ നടുവിൽ ജയിച്ചു കയറുവാനുള്ള ഇരട്ടി ആത്മാവിന്റെ ദൈവശക്തി പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ കൈമാറും. അടുത്ത പദം, 1-ാമത്തെ പദം, ലോകത്തിന് അനുരൂപപ്പെടരുത്. ലോകത്തിന് അനുരൂപപ്പെടരുത്. സ്തോത്രം, നിങ്ങൾ ലോകക്കാരല്ല. പൗലോസ് പറയും, നിങ്ങൾ ഇനി താന്താങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ ദൈവത്തിനുള്ളവരാണ്. സ്തോത്രം. താഴോട്ട് പോകട്ടെ. എന്താണ് ദൈവഹിതം? നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളതാണ് ദൈവഹിതം. എന്താണ് നന്മ? യിരെമ്യാവിന്റെ പുസ്തകത്തിൽ പ്രവാചകൻ വിളിച്ചു പറയും, നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ യഹോവ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കാണെന്നല്ല, മറിച്ച് അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രേ ഉള്ള നിരൂപണങ്ങൾ. അതെ, നന്മ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവഹിതത്തിനകത്ത് ദൈവിക നന്മ ഒളിഞ്ഞു കിടപ്പുണ്ട്. പ്രതിസന്ധി വന്നോട്ടെ, പ്രശ്നങ്ങൾ വന്നോട്ടെ, അതൊന്നും നിന്നെ തകർക്കത്തില്ല. ദൈവഹിതത്തിനകത്ത് നന്മ വെളിപ്പെട്ടിരിക്കും. നന്മയുടെ കരമാണ് ദൈവഹിതം എന്ന് പറയുന്നത്. നന്മ, സ്തോത്രം, ഹല്ലേലൂയ, നന്മയുടെ പാതയാണ് ദൈവഹിതം എന്ന് പറയുന്നത്. അപ്പൊ നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളതാണ് ദൈവത്തിന്റെ ഹിതം. നന്മ മാത്രമുള്ളതല്ല, പ്രസാദം മാത്രമുള്ളതല്ല, പൂർണ്ണത മാത്രമുള്ളതല്ല. ഇത് മൂന്നും ഒന്നിച്ചുള്ളതിന്റെ പേരാണ് ദൈവത്തിന്റെ ഹിതം എന്ന് പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ ഹിതത്തിനകത്ത് നന്മ ഒളിഞ്ഞു കിടപ്പുണ്ട്, നന്മ മറഞ്ഞു കിടപ്പുണ്ട് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ
പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ നിരൂപണങ്ങൾ നിങ്ങളെ ഒടിച്ചു കളവാനുള്ളതല്ല, തകർത്ത് കളയാനുള്ളതല്ല, നിങ്ങളെ പണിതെടുക്കാനുള്ളതാണ്. ആമേൻ. നിങ്ങളെ വിടുവിക്കാനുള്ളതാണ്. അപ്പൊ ദൈവത്തിന് നിങ്ങളോടുള്ള പദ്ധതി നന്മയ്ക്കായിട്ടുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതം നന്മയ്ക്കായിട്ടുള്ളതാണ്. തകർത്ത് കളയാൻ വേണ്ടി ആമേൻ ദൈവത്തിന്റെ ഹിതം വെളിപ്പെടത്തില്ല. നിങ്ങൾ തമ്മിലുള്ള ദൈവത്തിന്റെ ഹിതം നന്മയ്ക്കായിട്ടാണ്. ആമേൻ. സഹോദര സഹോദരി, നിങ്ങളുടെ മേൽ നിങ്ങളുടെ ഭവനത്തോടുള്ള ദൈവത്തിന്റെ ഹിതം ആമേൻ തകർന്നു പോകാനുള്ളതല്ല. അത് ആമേൻ സ്തോത്രം നന്മയായുള്ള ദൈവത്തിന്റെ ഹിതമാണ്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. തലമുറയെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അവർ തകർന്നു പോകാനുള്ളതല്ല, നന്മയായുള്ള ദൈവത്തിന്റെ ഹിതമാണ്. അടുത്ത പദം പ്രസാദം എന്ന പദമാണ്. അവൻ നന്മയും പ്രസാദവും. എന്താണ് പ്രസാദം? ഹല്ലേലൂയ. അവൻ ഒറ്റ വാക്കിൽ പറയാം. പുതിയ ഉൽപ്പത്തി പുസ്തകത്തിനകത്ത് അവൻ സ്തോത്രം പ്രാരംഭ വാക്യങ്ങളിൽ, പ്രാരംഭ അധ്യായങ്ങളിൽ അവൻ ആദമിന്റെ ഹവ്വയുടെ തലമുറ കായീനും ഹാബേലും ഒരു ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. ആരാധനയ്ക്ക് വേണ്ടി പോകുന്ന കായീനും ഹാബേലും രണ്ടുപേരും നല്ല രീതിയിൽ ആരാധന കഴിച്ചെങ്കിലും ഹൃദയങ്ങളെയും അന്തരീയങ്ങളെയും അറിയുന്ന തമ്പുരാൻ ഒറ്റ ആരാധനയിൽ മാത്രമേ പ്രസാദിച്ചുള്ളൂ. ഹാബേലിന്റെ ആരാധനയിൽ മാത്രമേ ദൈവപ്രസാദം ഉണ്ടായിരുന്നുള്ളൂ. അതാ ആ പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഹാബേലിന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചു, കായീന്റെ ആരാധനയിൽ ദൈവം പ്രസാദിച്ചില്ല. ഹാബേലിന്റെ ആരാധനയിൽ ദൈവപ്രസാദം ഉണ്ടായി. ഇന്ന് പകൽക്കാലം ഒരു ദൈവിക ആമേൻ സ്തോത്രം നിയോഗം കൈമാറാൻ ദൈവം നിന്നിൽ പ്രസാദിക്കണം. ഹല്ലേലൂയ. ദൈവഹിതം എന്ന് പറഞ്ഞാൽ ആമേൻ ആ ഹിതം ദൈവത്തിന് നിന്നോടുള്ള ഹിതം നന്മയായിട്ടുള്ള ഹിതമാണ്. രണ്ട്, ദൈവം നിന്നിൽ പ്രസാദിക്കണം. കണ്ടോ, ഹാബേലിന്റെ യാഗപീഠത്തിലും യാഗവസ്തുവിലും അവൻ ഹാബേലിന്റെ ആരാധനയിലും ദൈവം പ്രസാദിച്ചതുപോലെ അവൻ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്ന്, ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് അറിയുന്നില്ലയോ? അതെ, നിങ്ങളെ നിങ്ങളിൽ ദൈവം പ്രസാദിക്കുമ്പോഴാണ് ദൈവഹിതം പൂർണ്ണമായും നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. പ്രസാദവും പരിപൂർണമായ പ്രസാദം, അല്ലെങ്കിൽ ദൈവിക പ്രസാദം, ദൈവം നിങ്ങളിൽ പ്രസാദിക്കുന്ന, ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്ന, ദൈവം നിങ്ങളെ ആഗ്രഹിക്കുന്ന, ദൈവം നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു ആത്മീക തലത്തിലേക്ക് കടന്നു വരാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. അടുത്ത തലം പൂർണ്ണതയാണ്. സ്വത്രം 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 എന്ന് പറഞ്ഞാൽ ദൈവഹിതം പകുതി വഴിക്ക് വെച്ച് ഇട്ടേച്ചു വരുന്നതിന്റെ പേര് ദൈവഹിതം എന്ന് അല്ല, മറിച്ച് ആമേൻ ഹല്ലേലൂയ, മോശയും അബ്രഹാമിനെയും പൗലോസിനെയൊക്കെ ദൈവം വിളിച്ചപ്പോഴും അവർ പകുതി വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചു വന്നില്ല. മറിച്ച് ഞാൻ നല്ല പോർ പൊരുതി എന്ന് പറഞ്ഞ് അവസാനത്തോളം പോർ പൊരുതിയ പൗലോസാണ്. ആമേൻ ഹല്ലേലൂയ. അതാണ് ദൈവഹിതം എന്ന് പറയുന്നത്. ദൈവഹിതമാണെന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം ഓരോ ഇടത്തേക്കൊക്കെ കടന്നു പോയിട്ട് ആമേൻ പകുതി വഴിക്ക് വെച്ച് ഉപേക്ഷിച്ചു മടങ്ങി വരുന്നെങ്കിൽ അതിന്റെ അർത്ഥം അത് ദൈവഹിതം അല്ല എന്നുള്ളതാണ്. ആമേൻ. ദൈവഹിതം ഉള്ളതിനകത്ത് ആമേൻ അവസാനം വരെ നാം നിലനിൽക്കണം. ദൈവഹിതം ഉള്ളതിനകത്ത് അന്ത്യം വരെ നാം നിലനിൽക്കണം. പകലിൽ മറന്നു പോകരുത്. ആമേൻ ഹല്ലേലൂയ. പൂർണ്ണതയുണ്ട് ദൈവഹിതത്തിനകത്ത്, പൂർണ്ണതയുണ്ട്. ആമേൻ ഹല്ലേലൂയ. നിന്നോടുള്ള ദൈവത്തിന്റെ ഹിതത്തിനകത്ത് ദൈവത്തിനൊരു പൂർണ്ണതയുണ്ട്. നിന്റെ ഭവനത്തോടുള്ള ദൈവത്തിന്റെ ഹിതത്തിനകത്ത് ഒരു പൂർണ്ണതയുണ്ട്. നിന്റെ തലമുറയോടുള്ള ദൈവത്തിന്റെ ഹിതത്തിനകത്ത് ഒരു പൂർണ്ണതയുണ്ട്. ഇന്ന് പകൽക്കാലം എന്തെങ്കിലുമൊക്കെ പറയുന്നവനല്ല ദൈവം, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നവനല്ല ദൈവം, പകുതിക്ക് വെച്ച് ഉപേക്ഷിക്കുന്നവനല്ല ദൈവം, മറിച്ച് പൂർണ്ണമായി നിന്നെ വിടുവിക്കുന്നവനാണ് ദൈവം. അപ്പൊ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയണം. ഹല്ലേലൂയ. അപ്പൊ എന്താണ് ദൈവഹിതം? അവൻ നന്മയും പ്രസാദവും പൂർണ്ണതയുള്ളതാണ് എന്നോടുള്ള ദൈവത്തിന്റെ ഹിതം. ആ ഹിതം തിരിച്ചറിയുമ്പോഴേ നമ്മുടെ ജീവിതം അനുഗ്രഹമായി തീരുകയുള്ളൂ. ആ ഹിതം തിരിച്ചറിയണമെങ്കിൽ എന്താണ് നമ്മിൽ സംഭവിക്കേണ്ടത്? ഒന്ന്, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പൊ എന്താണ് ദൈവഹിതം? നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളതാണ് ദൈവഹിതം. ആ ദൈവഹിതം എന്നിൽ വെളിപ്പെടണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഒറ്റ കാര്യം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. സ്തോത്രം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആമേൻ ആമേൻ സ്തോത്രം നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള
ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവാത്മാവ് ഇടപെടുക, ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് തിരിച്ചറിയണോ? അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ആമേൻ ഹല്ലേലൂയ ആമേൻ സ്തോത്രം ആമേൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ നാം തയ്യാറാകണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്നുള്ളത് മാത്രമല്ല, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ മേഖലകൾക്കകത്ത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ നിങ്ങൾ തയ്യാറാണോ? നിശ്ചയമായിട്ടും നന്മയും ആമേൻ സ്തോത്രം പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം നിന്റെ മേൽ വെളിപ്പെട്ടു വരും. എന്തുകൊണ്ടാണ് പലപ്പോഴും ദൈവഹിതം നീ തിരിച്ചറിയാത്തതിന്റെ കാരണം? എന്തുകൊണ്ടാണ് ദൈവഹിതം നിന്റെ മേൽ വെളിപ്പെടാത്തതിന്റെ കാരണം? ഒറ്റ കാര്യമേ ഉള്ളൂ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തത് കൊണ്ട്. എന്ന് നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നോ, അന്ന് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു വരും. അതുകൊണ്ട് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുക. ദൈവഹിതത്താൽ ആമേൻ സ്തോത്രം തിരുവചനത്തിൽ ദൈവഹിതം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവഹിതം കൊണ്ട് ആമേൻ നേടിയെടുത്തു. തിരുവചനം നമ്മൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ദൈവഹിത പ്രകാരം ചെയ്തതൊന്നും പരാജയപ്പെട്ടു പോയിട്ടില്ല. ദൈവഹിത പ്രകാരം ചെയ്തതെല്ലാം വിജയിച്ചിട്ടേ ഉള്ളൂ. ദൈവഹിത പ്രകാരം ചെയ്തതൊന്നും തകർന്നു പോയിട്ടില്ല. ദൈവഹിത പ്രകാരം ചെയ്തതൊക്കെ 100 മേനി ആമേൻ വിളഞ്ഞിട്ടേ ഉള്ളൂ. ആമേൻ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 5-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം. ഈ വചനങ്ങൾ യഹോവ പർവ്വതത്തിൽ തീ, മേഘം, അന്ധകാരം എന്നിവയുടെ നടുവിൽ നിന്ന് നിങ്ങളുടെ സർവ്വസഭയോടും അത്യുച്ചത്തിൽ ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 22-ാം വാക്യം. ഒന്ന് ദിനവൃത്താന്ത പുസ്തകം 5-ാം അധ്യായം 22-ാമത്തെ വാക്യം. യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട് അധികം പേർ ഹതന്മാരായി വീണു. അധികം പേർ മരിച്ചു വീണു. അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു. സ്തോത്രം. അവർ പ്രവാസകാലം വരെ അവർക്ക് പകരം പാർത്തു. സ്തോത്രം. ആദ്യത്തെ പദം യുദ്ധം. യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായതുകൊണ്ട്. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ആത്മാവിൽ ഒരു ദൂത് കൈമാറാം. ചിലത് ദൈവഹിതത്താൽ ആമേൻ ഉണ്ടായി വരുമ്പോഴാണ് ആമേൻ ചിലത് നമ്മുടെ ജീവിതത്തിനകത്ത് അനുഗ്രഹമായി തീരുന്നു. യുദ്ധം ദൈവഹിതത്താൽ ഉണ്ടായാൽ, ദാവീദിന്റെ ഭാഷയിൽ ആമേൻ ഒരുപാട് പേരൊന്നും വേണ്ട, ലോകം മുഴുവനും വേണ്ട, ഒറ്റയ്ക്ക് നിന്നാലും ആ യുദ്ധത്തിനകത്ത് ജയിക്കാൻ സാധിക്കും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആത്മാവിൽ ഒരു ദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറാം. ആമേൻ നിങ്ങളുടെ ഈ മരുപ്രയാണ കാലയളവിനകത്ത് ആമേൻ ജയിച്ചു കയറാൻ കഴിയാതെ ഭാരപ്പെടുകയാണോ? പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ആമേൻ സ്തോത്രം ഹല്ലേലൂയ. ദൈവഹിത പ്രകാരമുള്ള യുദ്ധം. ആമേൻ ദൈവഹിതമുള്ള യുദ്ധത്തിന്റെ പ്രത്യേകത നഷ്ടങ്ങൾ വരുത്തില്ല. ദൈവഹിതമുള്ള യുദ്ധത്തിന്റെ പ്രത്യേകത കരച്ചിലുണ്ടാകത്തില്ല. നിനക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ ആത്മാവിൽ തുരുത്തുവാൻ അവൻ പ്രാർത്ഥനയിലൂടെ യുദ്ധം ചെയ്ത് അവൻ പടപെട്ടാൻ ദൈവഹിതം സ്തോത്രം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, 1000 പേര് നിങ്ങളുടെ കൂടെ യുദ്ധം ചെയ്യാൻ ഉണ്ടായിട്ടും ദൈവത്തിന്റെ ഹിതം നിങ്ങളുടെ യുദ്ധത്തിനകത്തില്ലെങ്കിൽ നിങ്ങളുടെ യുദ്ധം പരാജയപ്പെട്ടു പോകും. എന്നാൽ ഒറ്റയ്ക്കാണ് നിങ്ങൾ യുദ്ധം ചെയ്യുന്നതെങ്കിലും ദൈവത്തിന്റെ ഹിതം നിങ്ങളോട് കൂടി ഉണ്ടെങ്കിൽ 1000 മല്ലന്മാർ നിങ്ങൾക്കെതിരെ വന്നാലും ഇല്ല, നിന്നെ പരാജയപ്പെടുത്താൻ കഴിയത്തില്ല. കാരണം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവഹിതമാണ്. ദൈവഹിതമുള്ളവൻ പരാജയപ്പെട്ടു പോകത്തില്ല. ദൈവഹിതമുള്ളവൻ കൈകാര്യം ചെയ്യുന്ന മേഖലകൾക്കകത്ത് അസാധാരണമായ വിടുതലുകളെ, അസാധാരണമായ ദൈവപ്രവൃത്തികളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായിപ്പാൻ ഇടയുണ്ട്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവഹിത പ്രകാരം പോരാടിയാൽ നിശ്ചയമായിട്ടും നിങ്ങൾക്കൊരു വിജയമുണ്ട്. 2 ദിനവൃത്താന്ത പുസ്തകം 10-ാം അധ്യായം 15-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? 2 ദിനവൃത്താന്ത പുസ്തകം 10-ാം അധ്യായം 15-ാം വാക്യം. ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല.
മകനായ യൊരോബെയാമിനോട് അരുളി ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു. ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു. ഈ പകലിൽ പ്രവചനാത്മാവിൽ ഞാനൊരു ദൂത് കൈമാറാം. നിങ്ങൾ ഇന്നലകളിൽ കേട്ട വാഗ്ദത്തങ്ങൾ, ഇന്നലകളിൽ കേട്ട ദൈവശബ്ദങ്ങൾ ഈ ദിവസങ്ങളിൽ ദൈവഹിതത്താൽ നിങ്ങളുടെ മേൽ അത് സംഭവിക്കട്ടെ. നിങ്ങൾ കേട്ട ദൂതുകൾ, നിങ്ങൾ കേട്ട ആലോചനകൾ, നിങ്ങൾ കേട്ടത് ദൈവഹിതത്താൽ നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. ദൈവഹിതത്താൽ നിങ്ങളുടെ മേൽ സംഭവിക്കട്ടെ. സ്വത്രം സ്വത്രം സ്വത്രം. ആണ്ട് തീരും മുമ്പേ യഹോവയുടെ പ്രവൃത്തിയെ അവൻ സാധ്യമാക്കി തരുന്നൊരു ദൈവമാണ്. അവൻ ചില മാസങ്ങൾ, ചില ദിവസങ്ങളിലൂടെ മാത്രമേ ഉള്ളൂ ആണ്ടുകൾ കടന്നു പോകാൻ. പക്ഷെ ഇന്ന് പകൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുകയാണ്. നീ കേട്ട ദൈവത്തിന്റെ ശബ്ദം ദൈവഹിതത്താൽ സംഭവിക്കാൻ പോകുകയാണ്. ദൈവം പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ആ ടൈമിൽ ഹിതപ്രകാരം, ദൈവഹിതപ്രകാരം സംഭവിക്കാൻ പോകും. ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് ശത്രുവിന്റെ പദ്ധതികളായിരുന്നുവെങ്കിൽ, നിന്റെ തലമുറയുടെ മേൽ സംഭവിച്ചത് ശത്രുവിന്റെ പദ്ധതികളായിരുന്നുവെങ്കിൽ, ഇന്ന് പകൽ ആത്മാവിൽ വിളിച്ചു പറയാമില്ല, ദൈവഹിതം നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ പോകുന്നു. നീ ഭയപ്പെടുന്ന നിനക്ക് സംഭവിക്കത്തില്ല. ദൈവഹിതം നിന്റെ വീടിനകത്ത് സംഭവിക്കാൻ പോകുന്നു. ദൈവഹിതം നിന്റെ ശുശ്രൂഷയ്ക്കകത്ത് സംഭവിക്കാൻ പോകുന്നു. ദൈവഹിതം നിന്റെ തലമുറയുടെ മേൽ സംഭവിക്കാൻ പോകുന്നു. ഇന്ന് പകൽ മനുഷ്യന്റെ ഹിതമല്ല, പിശാചിന്റെ ഹിതമല്ല, ദൈവത്തിന്റെ ഹിതം. ദൈവഹിതത്തിൽ മുറുകെ പിടിക്കുന്ന ദൈവഹിതത്തെ ഓർത്ത് ഞാൻ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുക. ദൈവഹിതത്തെ മുറുകെ പിടിക്കുന്നത് നിങ്ങൾ പരാജയപ്പെട്ടു പോകത്തില്ല. ദൈവഹിതം നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം വായിക്കാം. പ്രവൃത്തികളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാമത്തെ വാക്യം. കണ്ടോ, ദൈവഹിതമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരും. പൗലോസ് വന്നതും പോകുന്നതും ഒന്നും വെറുതെയല്ല, ദൈവഹിതത്താൽ യാത്ര ചെയ്തവനാണ്. ഇന്ന് പകലിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവഹിതത്താൽ യാത്ര ചെയ്താൽ, ദൈവഹിതത്താൽ ശുശ്രൂഷകൾ ചെയ്താൽ അവസാനം പറയാൻ പറ്റും, ഞാൻ നല്ല പോർ പൊരുതി ഓട്ടം തികച്ചു, അവൻ വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്ക് തന്നെ എന്ന് പറയാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മ പറയാ, പൗലോസ് നിന്റെ പോക്കും വരവും യാത്രകളുമല്ല ദൈവഹിത പ്രകാരമായിരുന്നു. അതുകൊണ്ടാണ് പട്ടണങ്ങൾ തോറും, ദേശങ്ങൾ തോറും, അവൻ രാജ്യങ്ങൾ തോറും സഭകളെ ഉടലെടുപ്പിക്കാൻ ആ ദൈവമനുഷ്യന്റെ അകത്ത് വ്യാപരിച്ച് ഈ അഭിഷേകത്തിന് സാധിച്ചത്. അടികൊണ്ടിട്ടും തീർന്നു പോവുകയില്ല. കൊല്ലുകൊണ്ട് 5 തവണ കുറയാതെ 40 അടി അവൻ ശരീരത്തിൽ ഏറ്റിട്ട് അവൻ ക്ഷീണിച്ചു പോയില്ല, തളർന്നു പോയില്ല, തകർന്നു പോയില്ല. അയ്യോ, ഇത് ദൈവഹിതം അല്ലായിരുന്നോ എന്ന് ചോദിച്ചില്ല. മടങ്ങി ഗമാലിയലിന്റെ അടുത്ത് പോയില്ല. മറിച്ച് താൻ പ്രാപിച്ചതും താൻ കണ്ടതും താൻ അനുഭവിച്ചതുമായ ദൈവഹിതത്തിന്റെ മാധുര്യം വലുതാണെന്ന് മനസ്സിലായപ്പോൾ മോശയെ പോലെ അവൻ മിസ്രൈമിലെ ധനത്തെക്കാൾ ക്രിസ്തുവിനോടുകൂടി കഷ്ടം സഹിക്കുന്നത് നല്ലതെന്ന് തെരഞ്ഞെടുത്തതുപോലെ അവൻ ക്രിസ്തുവിനോടുകൂടി കഷ്ടം സഹിക്കുന്നത് ദൈവഹിതമെന്ന് നല്ലതെന്ന് തെരഞ്ഞെടുത്തുകൊണ്ട് പൗലോസ് തന്റെ യാത്ര തുടരുകയാണ്. അപ്പൊ ദൈവഹിതമുണ്ടെങ്കിൽ വീണ്ടും കാണാം. അവൻ നമ്മൾ പറയുന്നത് പോലെയല്ല, അവൻ ദൈവഹിതമായാൽ നമുക്ക് കാണാമെന്ന് നമ്മൾ പറയുന്നത് പോലെയല്ല. മറിച്ച് പൗലോസിന്റെ പദത്തിനകത്ത് വളരെ സ്തോത്രം ഹല്ലേലൂയ ആത്മാവിന്റെ പ്രസരിപ്പ് ഉള്ള പദങ്ങളാണ്. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 27-ാമത്തെ വാക്യം വായിക്കാം. റോമർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 27-ാമത്തെ വാക്യം. ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. സ്വതന്ത്രം. ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. സ്തോത്രം. തോന്നിയ വിധമല്ല പക്ഷപാതം ചെയ്യുന്നു, ദൈവഹിത പ്രകാരം പക്ഷപാതം ചെയ്യുന്നു. സ്വോത്രം 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 സ്വോത്രം. ഇന്ന് പകൽക്കാലം സ്തോത്രം ഹല്ലേലൂയ 33 വർഷക്കാലം ഈ ഭൂമിയിൽ ജീവിച്ച് 3 വർഷക്കാലത്ത് തന്നെ പരസ്യ ശുശ്രൂഷ കൊണ്ട് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ജനത്തെ വിശ്വസിപ്പിക്കുകയും സ്തോത്രം അതിലപ്പുറമായി സുവിശേഷം പ്രസംഗിക്കുകയും അതിൽ ജനം വിശ്വസിക്കുകയും സ്തോത്രം ഹല്ലേലൂയ അഴിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ സ്തോത്രം അടക്കം ചെയ്യും. അതിനു മുമ്പ് പിലാത്തോസിന്റെ കല്ലറയിലും മതകുടതികൾ മാറി മാറി വിസ്തരിക്കുകയും സ്തോത്രം ഹല്ലേലൂയ കാൽവറിയുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാർ
നടുവിൽ മൂന്നാണികളുടെ മേൽ ക്രൂശിക്കപ്പെടുകയും ആമേൻ സ്തോത്രം അഴിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യുകയും അഴിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യുകയും എന്നാൽ പിതാവിന്റെ വലതുഭാഗത്തേക്ക് താൻ പറഞ്ഞതുപോലെ മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും 40 പകൽക്കാലം 40 പകലും 40 രാത്രികളും 40 പരം ദിവസങ്ങൾ ഈ ഭൂമിയിൽ തന്നെ ജീവിച്ചിരിക്കുന്നു അനേകം ദൃഷ്ടാന്തങ്ങൾ തെളിയിക്കുകയും പിതാവിന്റെ വലത്തുഭാഗത്തേക്ക് സ്വർഗാരോഹണം ചെയ്തു പോയി. ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു ദൈവം. തോന്നിയതുപോലെ പക്ഷപാതം ചെയ്യുന്നവനല്ല, മുഖപക്ഷത്തോടെ പക്ഷപാതം ചെയ്യുന്നവനല്ല, ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഹിതത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ ആഗ്രഹത്തിനൊത്തവണ്ണം, ദൈവത്തിന്റെ പ്രവൃത്തിക്കൊത്തവണ്ണം പക്ഷപാതം ചെയ്യുന്ന ഒരു നല്ല കുഞ്ഞാട് നമുക്കുണ്ട്. 2 കൊരിന്ത്യർ ലേഖനം 7-9 വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 7-9 വാക്യം. ഇപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു, നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, മാനസാന്തരത്തിനായി ദുഃഖിച്ചതിനാലത്രേ. നിങ്ങൾക്ക് ഞങ്ങളാൽ ഒന്നും ഛേദം വരാതെ വേണം. ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. കണ്ടോ, സന്തോഷത്തെ കുറിച്ചല്ല ദുഃഖത്തെ കുറിച്ചാ പറയാം. ദൈവഹിത പ്രകാരമല്ലോ നിങ്ങൾ ദുഃഖിച്ചത്. ആർക്കും ദൈവഹിതത്തിലുള്ള ദുഃഖമൊന്നും വേണ്ട. ആർക്കും എല്ലാവർക്കും ദൈവഹിതത്തിലുള്ള സന്തോഷവും സമാധാനവും സമൃദ്ധിയും നിറവും ആമേൻ ഹല്ലേലൂയൊക്കെയാണ് എല്ലാവർക്കും വേണ്ടത്. പക്ഷേ ഇവിടെ പറയാം ദൈവഹിത പ്രകാരം നിങ്ങൾ ദുഃഖിച്ചു. ചില ദുഃഖങ്ങൾ ദൈവഹിത പ്രകാരമാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഉടനെ വെളിപ്പെട്ടു വരും. സ്തോത്രം. ചില ദുഃഖങ്ങൾ ദൈവഹിത പ്രകാരമാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഉടനെ വെളിപ്പെട്ടു വരും. അല്ല, ചില ദുഃഖങ്ങൾ ദൈവഹിത പ്രകാരമുള്ളതല്ലെങ്കിൽ ആമേൻ സ്തോത്രം അതിനകത്തൊരു വലിയ ഫലം ഉണ്ടാകുകയില്ല. ദൈവഹിത പ്രകാരം നിങ്ങൾ ദുഃഖിച്ചതുകൊണ്ട് നിങ്ങളുടെ വിഷയത്തിനകത്ത് നിശ്ചയമായിട്ട് ഒരു മറുപടി വെളിപ്പെട്ടു വരുന്നു. പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ആമേൻ ദൈവഹിത പ്രകാരമുള്ള ചില ദുഃഖങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടെങ്കിൽ ആ ദുഃഖങ്ങളെ ദൈവം അനുഗ്രഹമാക്കാൻ പോകുകയാ. ആ ദുഃഖങ്ങളെ ദൈവം സന്തോഷമാക്കാൻ പോകുകയാ. ആ ദുഃഖങ്ങളെ ദൈവം വലിയ അത്ഭുതങ്ങളാക്കി മാറ്റാൻ പോകുക. 1 പത്രോസിന്റെ ലേഖനം വായിച്ചാട്ടെ, 3-17 വാക്യം. 1 പത്രോസിന്റെ ലേഖനം 3-17 വാക്യം. നിങ്ങൾ കഷ്ടം സഹിക്കണമെന്ന് ദൈവഹിതമെങ്കിൽ. കണ്ടോ, അപ്പം നിങ്ങൾ നന്മ ചെയ്യണമെന്നല്ല ദൈവഹിതം. നിങ്ങൾ വിശാലമായ വഴികൾ മാത്രമല്ല ദൈവഹിതം, നല്ലത് മാത്രമല്ല ദൈവഹിതം, കഷ്ടം സഹിക്കുന്നതും ദൈവത്തിന്റെ ഹിതമാണ്. സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ ഹിതമായിരുന്ന പുത്രനായ ക്രിസ്തു പിലാത്തോസിന്റെ കൽത്തളയിൽ ഗത്സമന മുതൽ ഗബദാ വരെ, ഗബദായിൽ നിന്നും ഗാഗുൽത്ത വരെയും അവൻ തകർക്കപ്പെടണമെന്നുള്ളത് പിതാവിന്റെ ഹിതമായിരുന്നു. സ്തോത്രം. അതുകൊണ്ടാണ് കാൽവരിയുടെ കൊലക്കളത്തിൽ തന്റെ 7 മൊഴികളിൽ ആമേൻ സ്തോത്രം താൻ പറയുന്ന ഒരു വഴി ആമേൻ സ്തോത്രം, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ന്. സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പം ആമേൻ ഈ മൊഴി ഹല്ലേലൂയ. അപ്പം ഇവിടെ എല്ലാം തന്നെത്താൻ തകർക്കപ്പെടുകയെ. കണ്ടോ, അപ്പം കഷ്ടം സഹിക്കാനും ദൈവത്തിന് ഹിതമുണ്ട്. സ്വത്രം സ്വത്രം സ്വത്രം. പൗലോസിനെ വിളിച്ച് വേർതിരിക്കുന്നതിന് മുമ്പ് അനനിയാസിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ പൗലോസിന് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞപ്പോൾ അനനിയാസ് എന്ന് പറഞ്ഞു, എന്റെ ദൈവമേ ആമേൻ സ്തോത്രം, നിന്റെ ആമേൻ സ്തോത്രം നാമക്കാർക്ക് നിന്റെ നാമത്തിന് ദോഷം ചെയ്യുന്നവനവൻ. അയ്യോ വേണ്ട കർത്താവേ, ആമേൻ ദൈവമെല്ലാം അറിയുന്നവനല്ലേ, ദൈവമെല്ലാം കാണുന്നവനല്ലേ. അനനിയാസ് നീ പരിചയപ്പെടുത്തണ്ട, ഞാൻ അവനെ കണ്ടിരിക്കുകയാ. ജാതികൾക്ക് പ്രവാചകനായി ഞാൻ അവനെ കണ്ടിരിക്കുക. അവൻ എനിക്ക് വേണ്ടി അവൻ എന്നെ ഉപദ്രവിച്ചെങ്കിൽ ഇനി അവൻ എനിക്ക് വേണ്ടി കഷ്ടം സഹിക്കാൻ പോകുകയാ. ഹല്ലേലൂയ. അപ്പം കഷ്ടം സഹിക്കുന്നതും ദൈവത്തിന്റെ ഹിതമാകണം. കയ്യിലിരിപ്പ് കൊണ്ട് കഷ്ടം സഹിക്കുന്നതിനകത്ത് ദൈവത്തിന് പങ്കാളിത്തമില്ല. ദൈവഹിതമുള്ള കഷ്ടമാണ് നീ സഹിക്കുന്നതെങ്കിൽ ഉറപ്പാണ് റിസൾട്ട് വലിയതാണ്. റിസൾട്ട് വലിയതാണ്. നമ്മൾ പലപ്പോഴും വഴി തുറക്കുന്നത് ദൈവഹിതമാണോ അല്ലെങ്കിൽ പോകുന്നത് ദൈവഹിതമാണോ, അങ്ങനെ പല ദൈവഹിതങ്ങൾ നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ കഷ്ടം സഹിക്കുമ്പോൾ അതിനകത്തുള്ള ദൈവഹിതം എന്തെന്ന് തിരിച്ചറിയാതെ നമ്മൾ പലപ്പോഴും ആമേൻ ഹല്ലേലൂയ ആമേൻ കഷ്ടം കൊണ്ടുവരുത്തിയ പിശാചിനെ ശാസിക്കുകയാ. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മ പറയുക, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു വലിയ കഷ്ടമുണ്ടെങ്കിൽ, വലിയ വേദനയുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിങ്ങൾ ദൈവസന്നിധിയിൽ ആമേൻ കർത്താവേ
ഇതങ്ങയുടെ ഹിതമാണോ? ഹിതമായ കഷ്ടതയ്ക്കകത്ത്, ഹിതമായ കണ്ണുനീരിനകത്ത് പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ഒറ്റ വാക്യം കൂടെ വായിച്ചിട്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കാൻ ആഗ്രഹിക്കുന്നു. കൊലോസ്യ ലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, പരമപ്രധാനമായ വാക്യം. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ താൻ പറഞ്ഞതുപോലെ കൊലോസ്യ ലേഖനത്തിനകത്തും അവൻ അതേ പദം തന്നെ ആവർത്തിച്ചു പറയുകയാണ്. 4:12. സ്തോത്രം. നിങ്ങൾ ഒരുത്തനായ യേശുക്രിസ്തുവിന്റെ ദാസനായ എപ്പഫ്രോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി നിൽക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു. എന്തിനാ പൗലോസ് പ്രാർത്ഥനയിൽ കൊലോസ്യ സഭയ്ക്ക് വേണ്ടി പോരാടുന്നത്? എന്തിനാണ് പ്രാർത്ഥനയിൽ പോരാടുന്നത്? ഒറ്റ കാര്യത്തിനു വേണ്ടിയാണ്. എന്താണ്? നിങ്ങൾ തികഞ്ഞവരാകണം. ക്രിസ്തുവിന്റെ സകല കൃപകളോടും തികഞ്ഞവർ, ക്രിസ്തുവിന്റെ ഭാവത്തോടെ തികഞ്ഞവർ, ക്രിസ്തുവിന്റെ സ്നേഹത്തോടെ തികഞ്ഞവർ, ക്രിസ്തുവിന്റെ തലയോളം തികഞ്ഞവർ. നിങ്ങൾ തികഞ്ഞവരാകണം, ക്രിസ്തുവിൽ തികഞ്ഞവരാകണം. അടുത്ത പദം എന്താണെന്നറിയാമോ? ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം. സ്വത്രം സ്വത്രം സ്വത്രം. ദൈവഹിതത്തിനകത്ത് സംശയമില്ല, ദൈവഹിതത്തിനകത്ത് കലഹങ്ങളില്ല, ദൈവഹിതത്തിനകത്ത് വഴക്കുകളില്ല. ആവശ്യമില്ലാത്ത സംശയങ്ങളും വഴക്കുകളും വെളിപ്പെടുന്നെങ്കിൽ എവിടെ നിന്ന് വരുന്നുവെന്ന് ആത്മാവിൽ തിരിച്ചറിഞ്ഞ് അതിനെ ആത്മാവിൽ വെട്ടാൻ തയ്യാറാണെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു ദൈവത്തിന്റെ മഹത്വം നിങ്ങളുടെ ലൈഫിനകത്ത് വെളിപ്പെട്ടു വരും. ഇവിടെ പറയുന്നത് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം സംബന്ധിച്ച് അവൻ പൂർണ്ണ നിശ്ചയമുള്ളവരായിത്തീരണം. അവരും ഇവരുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ട് അതിന്റെ പുറകെ ഓടാൻ നിൽക്കാതെ വ്യക്തിപരമായുള്ള ദൈവത്തിന്റെ ഹിതം അവൻ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ, അതിനകത്ത് പൂർണ്ണ നിശ്ചയമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വിടുതലുണ്ടാകത്തുള്ളൂ. അവര് പറഞ്ഞു ഇവര് പറഞ്ഞെന്ന് പറഞ്ഞു പോയാൽ അവസാനം ആ നിഷ്ഠത ലക്ഷ്യം പൂർത്തീകരിക്കാതെ മടങ്ങി വരേണ്ടി വരും. എന്താ കാര്യം? അവരും ഇവരും പറഞ്ഞതുകൊണ്ട് പോയതിന്റെ ഫലമാണ്. പക്ഷേ ദൈവത്തിന്റെ ഹിതപ്രകാരമാണ് നീ പോകുന്നതെങ്കിൽ ഈ ദൈവഹിതമാണ് ഈ വഴി, ദൈവഹിതമാണ് ഈ ഡോർ തുറന്നത്, അല്ലെങ്കിൽ ദൈവഹിതമാണ് ഞാൻ പോകേണ്ടത്, അല്ല ദൈവഹിതമാണ് ഞാൻ കഷ്ടം സഹിക്കേണ്ടത് എന്ന പൂർണ്ണ നിശ്ചയം നിനക്കുണ്ടെങ്കിൽ നിന്റെ വായിൽ നിന്നും പെറുപെറുപ്പ് വരുത്തില്ല, നിന്റെ വായിൽ നിന്ന് ദുഃഖം വരുത്തില്ല, നിന്റെ വായിൽ നിരാശ വരുത്തില്ല. ഇതൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആലോചന പറയുക. ആമേൻ 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 ആമേൻ. വിശ്വസിക്കുക വിശ്വസിക്കുക. അവൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നു ദൈവഹിതത്തിൽ പൂർണ്ണ നിശ്ചയമുള്ളവരായി തീരണം. ഓരോരുത്തരും വന്ന് ഓരോ അഭിപ്രായങ്ങൾ പറയും. നിങ്ങളെ അതിനാണ് വിളിച്ചിരിക്കുന്നത്, നിങ്ങളെ ഇതിനാണ് വിളിച്ചിരിക്കുന്നത്, നിങ്ങളെ അങ്ങനെ ചെയ്യാനാണ് വിളിച്ചത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യാനാണ് വിളിച്ചിരുന്നത്. നോ, അതവിടെ നിർത്തുക, അതവിടെ നിർത്തുക, അതവിടെ നിർത്തുക. മറിച്ച് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം, ദൈവത്തിന്റെ ഹിതം വ്യക്തിപരമായി പ്രാപിക്കുക. ദൈവത്തിൽ നിന്നും വ്യക്തിപരമായി, ദൈവമേ എന്നെ എന്തിനാണ് വിളിച്ചിരിക്കുന്നത്, ദൈവമേ എന്നെ കുറിച്ച് അങ്ങയുടെ പദ്ധതി എന്താണ്, ഞാൻ എന്താണ് കർത്താവേ ചെയ്യേണ്ടത്. ആമേൻ. വ്യക്തിപരമായ ആ ദൈവത്തിന്റെ പദ്ധതി ഹല്ലേലൂയ തിരിച്ചറിഞ്ഞ് അതിൽ പൂർണ്ണ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നിന്റെ ജീവിതം വിജയിക്കത്തുള്ളൂ. അവരും ഇവരും പറയുന്നതിനനുസരിച്ച് ആമേൻ ഹല്ലേലൂയ വള്ളത്തെ തൊടയാൻ തുടങ്ങിയാൽ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. എവിടെയെങ്കിലും ചെന്ന് നിൽക്കും എന്നുള്ളതല്ലാതെ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തില്ല. ഇന്ന് പകൽക്കാലം ഒരു ദൂത് കൈമാറാം. ലക്ഷ്യസ്ഥാനത്ത് നിന്റെ പടകെത്തണമെങ്കിൽ നീനെ വിളിച്ച ദൈവഹിതത്തിനകത്ത് നീ പൂർണ്ണ നിശ്ചയമുള്ളവനായി തീരണം. നിങ്ങൾ ഒരുത്തനായ യേശുവിന്റെ ദാസനായ എപ്പിഫ്രാവോസ് നിങ്ങളെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെ പൂർണ്ണ നിശ്ചയമുള്ളവരായി നിൽക്കേണ്ടതിന് കണ്ടോ, പൂർണ്ണ ദൈവഹിതം സംബന്ധിച്ച് ഒരു ഉറപ്പ് നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഇവരുടെയും വാക്ക് കേൾക്കാൻ പോകരുത്. കാരണം പ്രതിസന്ധി വരുമ്പോൾ അയ്യോ അവര് പറഞ്ഞത് ശരിയായില്ലല്ലോ, തെറ്റായിപ്പോയോ, അതിൽ കള്ളമായിരുന്നോ പ്രവചിച്ചത്. നോ, അങ്ങനെ വരാതിരിപ്പാൻ വ്യക്തിപരമായി ദൈവത്തിന്റെ ഹിതം തിരിച്ചറിഞ്ഞ് ആ ഹിതത്തിനകത്ത് പൂർണ്ണ ഉറപ്പുള്ളവരായി തീർന്നു. ഇന്ന് പകൽക്കാലം ദൈവഹിതം തിരിച്ചറിഞ്ഞ് അതിനകത്ത് പൂർണ്ണ ഉറപ്പുള്ളവരായി തീർന്നാൽ സമുദ്രങ്ങൾ ഇരച്ചു കലങ്ങിയാലും ഭൂമി കുലുങ്ങിയാലും ഉറപ്പാണ് നിന്നെ ഉടപ്പാൻ ആർക്കും കഴിയത്തില്ല, നിന്നെ തകർത്തു കളവാൻ ആർക്കും കഴിയത്തില്ല, നിന്റെ വഴി മുടക്കാൻ ആർക്കും കഴിയത്തില്ല. കാരണം നീ ദൈവഹിതത്തിനകത്ത് നിശ്ചയം പ്രാപിച്ചവനാ. ഇന്ന് പകൽക്കാലം ദൈവഹിതത്തിനകത്ത് നിശ്ചയമില്ലാത്തത് കൊണ്ടാ പലപ്പോഴും പിശാച് നിങ്ങളെ പാറ്റിക്കളയുന്നത്. ദൈവഹിതത്തിനകത്ത് നിശ്ചയമില്ലാത്തത് കൊണ്ടാ പലപ്പോഴും ശത്രു നിങ്ങളെ തകർത്തു കളയുന്നത്, പരാജയപ്പെടുന്നത്. എന്നാൽ ഇന്ന് പകൽ തിരിച്ചറിയുക, ദൈവഹിതത്തിനകത്ത് നിശ്ചയമുള്ളവരായി തീരുക, ഉറപ്പുള്ളവരായി തീരുക. സ്തോത്രം.
എന്താണ് ദൈവഹിതം? നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ളതാണ് ദൈവഹിതം. ആ ദൈവഹിതം വെളിപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. നിന്റെ ജീവിതത്തിനകത്ത് ദൈവഹിതം വെളിപ്പെടാത്തതിന്റെ ഏക കാരണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാത്തതുകൊണ്ടാണ്. എന്ന് നീ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നോ, അന്ന് നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം നിന്റെ ലൈഫിനകത്ത്, നിന്റെ ശുശ്രൂഷയുടെ മേൽ, നിന്റെ തലമുറയുടെ മേൽ സ്വർഗത്തിലെ ദൈവം അയച്ചു നൽകും. എല്ലാ